പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിലുള്ള വർക്കുകളൊക്കെ എങ്ങനെ ചെയ്യണം എന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഇവിടെയുള്ള വർക്കുകളൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വാർത്താലാപം. ഒരു ബാച്ചിത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ബാച്ചിത്ത് അതാ. मान ले नडकड़ ने घर पहुंचकर रास्ते की सारी घटनाएं माम को बता दी. दोनों के बीच की बातचीत लिखे. എന്താ ബാത്ചീത്ത്? ബാത്ചീത്ത് പറഞ്ഞാൽ വാർത്താലാപ്. വാർത്താലാപ് പഠിച്ചതല്ലേ നിങ്ങൾ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ വാർത്താലാപ് പഠിച്ചിട്ടുണ്ട്. വാർത്താലാപ് എന്ന് പറഞ്ഞാലും ബാത്ചീത്ത് എന്ന് പറഞ്ഞാലും സംവാദ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ബാത്ചീത്ത്, വാർത്താലാപ്, സംവാദ്. മനസ്സിലായില്ലേ? अब बातचीत തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ, നടുക്കടിനെ ഗർ പഹൂഞ്ച് കർ. നടുക്കട് വീട്ടിൽ എത്തിയിട്ട്, രാസ്തേക്ക് സാരി ഘടനായം വഴിയിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാംകോ ബദാദി അമ്മയോട് പറഞ്ഞു. ദോനോക്കെ ബീച്ച് കി ബാത്ചീത്ത് ലിഖേം. രണ്ടു പേരും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ ഒരു മോഡൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ മോഡല് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാർത്താലാപ് അതായത് ബാത്ചീത്ത്. ബാത്ചീത്ത് ആണ് എഴുതിയിരിക്കുന്നത്. നടുക്കട് और माम के बीच का ബാത്ചീത്ത് ആണ് കേട്ടോ. ബാത്ചീത്തിന് ഞാൻ വാർത്താലാപ് എന്ന് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ബാത്ചീത്ത് എന്ന് നിങ്ങൾക്ക് എഴുതാം. നടുക്കടും അമ്മയും തമ്മിലുള്ള വാർത്താലാപ് ബാത്ചീത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാം ബേട്ടെ ആജ് ക്യോം ദേർ ഹോ ഗയേ. അമ്മ ചോദിക്കാണ്, മക്കളെ ഇന്ന് എന്താണ് നേരം വൈകിയത്? നടുക്കട്, മാം ആജ് രാസ്തേ മേം ഏക് ഘടന ഹുയി. നടുക്കട് പറയാണ്, മാം ആജ് രാസ്തേ മേം ഏക് ഘടന ഹുയി. അമ്മേ, ഇന്ന് വഴിയിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. അമ്മ ചോദിക്കുന്നു, ക്യാ ഹുവാ ബേട്ടാ? എന്താണ് ഉണ്ടായത് മകനെ? എന്തു സംഭവിച്ചു? നടുക്കട്, മേനെ നദീമേ ഗിര. നടുക്കട് പറയാണ്, മേനെ നദീമേ ഗിര. ഞാൻ നദിയിൽ വീണു. അമ്മ ചോദിക്കുന്നു, കൈസേ? എങ്ങനെ? നടുക്കട്, കാഗസ് കി നാവ് ബനാക്കർ നദീമേ ഡാലാദാ. ഞാൻ കടലാസ് തോണി ഉണ്ടാക്കി നദിയിൽ ഇടുകയായിരുന്നു. ഉസി സമയ ഫിസൽക്കർ ഗിർ ഗയ. ആ സമയത്ത് ഞാൻ വഴുതി വീണു. മാം ശരാരത്തി ഇന്ന കരോ ബേട്ടാ. വികൃതി ചെയ്യാതിരിക്കൂ മകനെ. ധ്യാൻ രഘോ, ശ്രദ്ധിക്കൂ. നടുക്കട്, മാം ബായിനെ കൂദ്കർ മേരെ രക്ഷാക്കി. നടുക്കട് പറയാണ്, അമ്മേ, ചേട്ടൻ ചാടി, വെള്ളത്തിലേക്ക് ചാടിയിട്ട് മേരെ രക്ഷാക്കി, എന്നെ രക്ഷപ്പെടുത്തി. മാം പാനിമേ ബഹാവ് ഹേന. പാനിക്ക് ഒഴുക്കുണ്ടായിരുന്നില്ലേ? അതായത് വെള്ളത്തിന് നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നില്ലേ? നടുക്കട് പറയാണ്, ഹാ മാം, അതേ അമ്മേ. ബഹാവ് തേസ് ദി. അതേ അമ്മേ, ഒഴുക്ക് ശക്തമായിരുന്നു, നല്ല ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. മാം ഹേ ഭഗവാൻ, എന്റെ ഈശ്വര, കിത്തനി ശരാരത്തി ഹേ. എന്തൊരു വികൃതിയാണ്. നടുക്കട്, അബ് മേ ഐസാ ന കരൂങ്ക മാം. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മേ. മാം ടീക്ക്, ശരി. ദോനോം ആക്കർ ചായ പിയോ. രണ്ടുപേരും വന്നിട്ട് ചായ കുടിച്ചുകൊള്ളൂ എന്ന് അമ്മ പറയുന്നു. അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിക്കുന്നു. ഒരു മോഡലാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇത് തന്നെ പഠിക്കാം. ഓക്കെ. അടുത്തത്, നടുക്കട് ആർ ജഡ്പട് കെ ബീച്ച് കാ വാർത്താലാപ്. അതായത് ബാത്ചീത്ത്. നടുക്കടും ജഡ്പടും തമ്മിലുള്ള, നടുക്കടിന്റെയും ജഡ്പടിന്റെയും ഇടയിൽ, അവർ രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ബാത്ചീത്താണ് ഇനി എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ ബാത്ചീത്ത് എഴുതാൻ, ഡയറി എഴുതാൻ, പത്രം എഴുതാൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതുവരെ വന്നത് അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ 9ാം ക്ലാസ്സിൽ പിന്നെ എന്താണ് ബാത്ചീത്ത്, അതുപോലെ തന്നെ ഡയറി, പത്ര, പടുക്കഥ അങ്ങനെയൊക്കെ എഴുതാനാണ് വരുന്നത്. അതിന്റെ മോഡലാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. ജഡ്പട് പറയാണ്, അരേ യാർ തും ക്യോം രോ രഹേ ഹോ. അല്ലടോ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അബ് തോ തും ബഹ് ജാനേ സേ ബച്ച് ഗയേ ഹോ. നീ ഇപ്പോൾ ഒഴുകി പോകുന്നതിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിച്ചതല്ലേ. നടുക്കട് പറയാണ്, തും മാം സേ ശിക്കായത്ത് കരോഗെ. നീ അമ്മയോട് പരാതി പറയും. ജഡ്പട്,
നെഹി മേ ന കരൂങ്ക ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല. നടുക്കട് ലേക്കിൻ ബായി ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയി ഹെ പക്ഷേ ചേട്ടാ നമ്മുടെ രണ്ടു പേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുന്നു. മാം പൂച്ചേഗിത്തോ അമ്മ ചോദിക്കുകയാണെങ്കിൽ. ജഡ്പട് ആ സച്ച് ഹേ അത് ശരിയാണ്. ഹം ക്യാ കരേ നമ്മൾ എന്ത് ചെയ്യും. നടുക്കട് പറയാണ് ഹംകോ ദൗഡ് പടേ നമുക്ക് ഓടാം. കപ്പടെ അപ്പനെ ആപ് സൂക്ക് ജായേങ്കെ വസ്ത്രം തന്നെത്താൻ ഉണങ്ങിക്കോളും നമുക്ക് ഓടാം എന്ന് പറയാണ്. ജഡ്പട് സഹി ഹേ ശരിയാണ്. നടുക്കട് ഹം ദോനോ ദൗഡ് പടേ നമുക്ക് രണ്ടുപേർക്കും ഓടാം. ജഡ്പട് മേരാ ഹാത്ത് പകടോ എന്റെ കൈ പിടിച്ചോളൂ. ദൗഡ് പടേം ഓടാം. നടുക്കട് ടീക്ക് ഹേ ബായി ശരി ചേട്ടാ മേ തയ്യാർ ഹൂം ഞാൻ തയ്യാറാണ് നമുക്ക് ഓടാൻ ഞാൻ റെഡിയാണ് ചേട്ടാ എന്ന് നടുക്കട് പറയുന്നു. ആ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്.